അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പേടിയാണ്. കൊണ്ടൊന്ന് ഒഴിച്ചു തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ, അതിൽ ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും. ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ? ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളെ മുമ്പിൽ. ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കഴിയാൻ എനിക്ക് ഒക്കൂല. അന്ന് എന്നെ എന്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേന് എന്റെ അമ്മാവി എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിന്റെ വഴിക്ക് പോവും. അപ്പോഴെന്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. ഇങ്ങനത്തുള്ള ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേടിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നതാണ് ബാക്കിയുള്ളവരുടെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊന്നും നമ്മളെ മക്കളെ വിടാൻ പാടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോലും സേഫ് അല്ലെന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത്. അതിലും അച്ഛനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അവരെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ടെന്നൊരു കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. ആ മക്കളെ ഉണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേ സമയത്തുണ്ട് ഈ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് വട്ടം ഇതേ കണക്കത്തുള്ള ഉപദ്രവിക്കുന്നുണ്ട്, ഒരുപാട് സെക്ഷൽ രീതിയായിട്ടുള്ള ഉപയോഗമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് സഹിക്കാൻ വയ്യാതിരുന്ന സമയത്ത് പ്രതികരിച്ച സമയത്താണ് തൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്നതും. അതുകൊണ്ട് ഈ പരാതിപ്പെടുമെന്നുള്ള രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടി തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സഖി കേട്ട ഒരു സമയത്താണ് ഇതുപോലത്തെ ഉള്ളൊരു തീരുമാനം എടുത്ത് ഇതേ കണക്കത്തുള്ള മീഡിയ എടുത്തൊക്കെ വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ അറിയിക്കേണ്ട ഒരു കാര്യം. അവനെ പോലത്തുള്ളവന്മാരെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതാണ്. ഇത് അല്ലാതെ കിട്ടിയ ന്യൂസ് പ്രകാരം തീർച്ചയായിട്ടും അവനെതിരുണ്ടെങ്കിൽ 5-6 വട്ടം പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവനെതിരെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. സോ ആ കുട്ടികൾക്കെതിരെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാടുണ്ടെങ്കിൽ അതിക്രമം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മദ്യമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തിനാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു അറിയുന്നൊരു കാര്യമാണ്. ഇനി അവരെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർക്കൊരു ആപത്തായിട്ടുള്ള കാര്യമാണ്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.